പുഷ്പ 2 എന്ന ചിത്രം കഴിഞ്ഞ ദിവസം റിലീസായെങ്കിൽ പോലും മികച്ച അഭിപ്രായമൊന്നുമല്ല ചിത്രത്തിന് നേടിയിരുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നോർത്ത് ലോബിയിൽ പുഷ്പ വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. അങ്ങനെ കഴിഞ്ഞ ദിവസം ചിത്രം റിലീസായി ആദ്യ ദിവസത്തിലെ ബോക്സ് ഓഫീസ് കളക്ഷനാണ് പുറത്തു വരുന്നത്. ഞെട്ടിപ്പിക്കുന്ന കണക്കാട്ടോ. 180 കോടി രൂപയാണ് ചിത്രം ആദ്യ ദിവസം നേടിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 180 കോടി രൂപ, അതായത് ജവാൻ എന്ന ചിത്രത്തിന്റെ ഷാരൂഖ് ഖാന്റെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമ 2023 ഷാരൂഖ് ഖാനെ സംബന്ധിച്ചിടത്തോളം റിലീസായ 3 ചിത്രങ്ങളിൽ ഏറ്റവും ടോപ്പ് ഗ്രോസർ ആയിരുന്ന ജവാൻ എന്ന ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ വരെ പുഷ്പ പൊട്ടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൾ. ഇതിൽ മറ്റൊരു റെക്കോർഡും കൂടി പുഷ്പ സൃഷ്ടിച്ചിരിക്കുന്നത് കേരളത്തിൽ ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ തുക നേടുന്ന ചിത്രമായി മാറുകയും ചെയ്തു. നേരത്തെ വരെ ടർബോ എന്ന ചിത്രമായിരുന്നു, മമ്മൂട്ടി നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ എന്ന ചിത്രത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരുന്ന 6.13 കോടി രൂപയായിരുന്നു ടർബോയ്ക്ക് കേരളത്തിൽ കിട്ടിയിരുന്ന ആദ്യ ദിന കളക്ഷൻ. അതും പുഷ്പ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. 6.35 കോടി രൂപയാണ് പുഷ്പ കേരളത്തിൽ നിന്നും മാത്രമായി സ്വന്തമാക്കിയിരിക്കുന്നത്. അതോടെ ടർബോ ജോസിന്റെ റെക്കോർഡും പുഷ്പ പൊട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ വാർത്ത. കേരളത്തിൽ ആദ്യ 4 മണിക്കുള്ള ഷോ, അതായത് ഫാൻ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ സ്പ്രെഡായി മാറിയിരുന്നെങ്കിൽ പോലും കേരളത്തിൽ ബാക്കിയുള്ള ഷോകളിൽ പിന്നെയും ആളുകൾ കയറുന്ന സാഹചര്യം ഉണ്ടായി. വർക്കിംഗ് ഡേ ആണ്, വ്യാഴാഴ്ചയാണെന്നുള്ളത് ഓർക്കണം. എന്നിട്ട് പോലും ഫസ്റ്റ് ഷോ മാറ്റിനിയും ഒക്കെ തന്നെ മികച്ച കളക്ഷൻ നേടിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുതിയ റെക്കോർഡ് സൃഷ്ടിക്കപ്പെടുന്നത്. ടർബോ ജോസിന്റെ റെക്കോർഡ് അങ്ങനെ പുഷ്പ പൊട്ടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇത് ആര് തകർക്കും എന്നുള്ളത് സംബന്ധിച്ചാണ് അറിയേണ്ടത്. തമിഴ്നാട്ടിൽ 8 കോടിയോളം രൂപയാണ് ആദ്യ ദിവസം നേടിയിരിക്കുന്നത് എന്നുള്ളത് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഏകദേശം 800-ലധികം സ്ക്രീനുകളിലാണ് തമിഴ്നാട്ടിൽ റിലീസിനെത്തിയത്. കേരളത്തിൽ 600-ലേറെ സ്ക്രീനുകൾ റിലീസിനെത്തി. ഈ 2 സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് മറ്റ് സിനിമകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് പുഷ്പ വരുന്നത്. അതിന് മുന്നത്തെ ആഴ്ച റിലീസായ സിനിമകളുടെ സ്ക്രീനൊക്കെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ 2 സംസ്ഥാനങ്ങളിലും പുഷ്പ തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറിയിരുന്നത്. ഹിന്ദി മാർക്കറ്റിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജവാന്റെ റെക്കോർഡ് പുഷ്പ 2 തകർത്തിരിക്കുന്നത് എന്നുള്ളത് എടുത്ത് സൂചിപ്പിക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ 200 കോടി എന്ന കളക്ഷൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞിരുന്നത് ആദ്യ ദിനം അവർ ലക്ഷ്യം വെക്കുന്നത് 200 കോടി രൂപ എന്നാണ്. പക്ഷേ ആ സംഖ്യയിലേക്ക് എത്താൻ സാധിച്ചില്ല. 180 കോടിയിലേക്കാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാറുന്നത്. വേൾഡ് വൈഡ് കളക്ഷനിൽ എന്തായാലും ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ 200 കോടിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതായത് 6-ാം തീയതി പ്രത്യേകിച്ച് റിലീസായ അടുത്ത ദിവസം ഒരു 48 മണിക്കൂറിനുള്ളിൽ തന്നെ 200 കോടി കളക്ഷനിലേക്ക് പുഷ്പ എത്തുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും നെഗറ്റീവ് അഭിപ്രായം പല കോണിൽ നിന്നും കിട്ടിയ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു കളക്ഷൻ കിട്ടുന്നതെന്നൊന്ന് പരിശോധിച്ചാലോ? അതായത് പുഷ്പ എന്ന സിനിമ 4 മണിക്കുള്ള ഷോയ്ക്ക് ശേഷം ഉണ്ടായ നെഗറ്റീവ് റെസ്പോൺസുകൾ ഭീകരമായിരുന്നു. എവിടെ തിരിഞ്ഞാലും നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്തുകൊണ്ട് ഈ സിനിമ സൃഷ്ടിക്കപ്പെടുന്നു, ഇത്രയധികം കോളിളക്കം ഉണ്ടാക്കുന്നു? കേരളത്തിൽ ഏറ്റവും പ്രധാനമായി എടുത്തു നോക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന സിനിമകളിലൊന്ന് മാസ് മസാല സിനിമകളായിരിക്കും. എല്ലാ തിരക്കുകളും മാറ്റി നിർത്തിക്കൊണ്ട്, എല്ലാ സ്ട്രെസ്സുകളും മറന്നുകൊണ്ട് തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുക എന്നുള്ളൊരു ആഗ്രഹത്തിന്മേൽ പല പ്രേക്ഷകരും മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാസ് എലിവേഷൻ കിട്ടുന്ന സിനിമകൾ അത്ര വലിയ മികച്ച അഭിപ്രായങ്ങൾ കിട്ടിയില്ലെങ്കിൽ പോലും കേരളത്തിൽ വാഴാറുണ്ടോ? തീർച്ചയായും വാഴാറില്ല. അങ്ങനെയാണെങ്കിൽ കങ്കുവ പോലുള്ള സിനിമയായാലും GOAT എന്ന സിനിമയായാലും അതുപോലുള്ള വമ്പൻ സിനിമകളൊക്കെ തന്നെ, വമ്പൻ സ്റ്റാർസിൻ്റെ സിനിമകളൊക്കെ തന്നെ കേരളത്തിൽ മികച്ച വിജയം നേടിയേനെ. പക്ഷേ പുഷ്പ അതിൽ നിന്നും വ്യത്യസ്തമാകുന്നു. നെഗറ്റീവ് അഭിപ്രായങ്ങൾ കിട്ടിയിട്ട് പോലും കേരളത്തിൽ പുഷ്പയുടെ തരംഗം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും പുഷ്പയുടെ റീച്ച് എന്നുള്ളത് സംബന്ധിച്ചും അറിയേണ്ടതുണ്ട്. എങ്ങനെയായിരിക്കാം പുഷ്പ വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ മാർക്കറ്റിൽ എത്ര നാൾ നീണ്ടു നിൽക്കും, ഈ നെഗറ്റീവ് അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് എത്ര നാളായിരിക്കും പുഷ്പയുടെ തേരോട്ടം ഉണ്ടാവുക എന്നുള്ളത് സംബന്ധിച്ചും നോക്കി കാണേണ്ടതുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ പുഷ്പ 2 എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ അലയടിക്കുക തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ പ്രത്യേകിച്ച് 200 കോടിയും കടന്നു തന്നെയായിരിക്കാം. നാളത്തെ റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ ഏകദേശം അണിയറ പ്രവർത്തകർ ലക്ഷ്യം വെക്കുന്നത് 250 കോടിയിലേറെ രൂപ മൊത്തത്തിൽ ആദ്യത്തെ 2 ദിവസം കൂടി നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്.